ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. ഒരുപാട് നന്ദി. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനും പുതിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ചെയ്യാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഫാദർ ഇൻ ലോ അദ്ദേഹം ഒന്ന് വീണു. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ ശ്രീരാമനെ സ്കൂളിലേക്ക് അയക്കണം, അവൻ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും വേണം ഇവിടെ അവൻ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തിരക്കിലും സങ്കടത്തിലും വിഷമത്തിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ആൾ വീക്കാണ്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാതെ മെച്ചപ്പെട്ട് വരുന്നു, ആരോഗ്യം മെച്ചപ്പെട്ട് വരുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത വീട്ടിലാണ്. ഇത് താമരത്തണ്ട് കൊണ്ടുള്ള തിരിയാണ് കേട്ടോ. താമരത്തണ്ട് പൊട്ടിക്കുമ്പോൾ ഒരു നാര് പോലെ കാണാൻ സാധിക്കും. ആ നാരിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന തിരിയാണ്. ഈ തിരി ഉപയോഗിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുൻജന്മ പാപങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പിതൃക്കൾ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിൽ ജീവിച്ചിരുന്നവർ, നമ്മുടെ മുത്തശ്ശൻ കാലത്തൊക്കെ ജീവിച്ചിരുന്നവർ ചെയ്ത തെറ്റിൻ്റെ, ഇപ്പോൾ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നത് മക്കളാണെന്ന് പറയാറുണ്ട്. അവർ ചെയ്ത തെറ്റിൻ്റെയും അവർ ചെയ്ത പുണ്യത്തിൻ്റെയും ഒക്കെ ഫലം അനുഭവിക്കുന്നത് അടുത്ത തലമുറക്കാരാണെന്ന് പറയാറുണ്ട്. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. എന്തായാലും താമരത്തണ്ട് കൊണ്ടുള്ള തിരിയിൽ നമ്മൾ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻജന്മ പാപങ്ങളും അതേപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരായിട്ട് അല്ലെങ്കിൽ മുതുമുത്തശ്ശൻ കാലത്തൊക്കെ അവരുടെ ചെയ്ത ദോഷങ്ങളുടെയൊക്കെ പാപം അങ്ങനെ നീങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. കാരണം താമരപ്പൂവ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാകുന്നു. അത് മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് വളരെ സ്പെഷ്യൽ, അതും പൂജാ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വളരെ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നവർക്ക്, വെള്ളിയാഴ്ച ദിവസം 3 ശുക്രഹോരയുണ്ട്. ഈ ശുക്രൻ എന്ന് പറയുന്നത് ധനം തരുന്ന, ശുക്രൻ വന്നു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച പോലെയാണ് ഒരാളുടെ ലൈഫിൽ. ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ഇത്രയും സ്പെഷ്യൽ ആവുന്നത് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര ടൈമിൽ വിളക്ക് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ എല്ലാത്തിനും ഉപരി ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത്, ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ കുറേ സമയം പറയുന്നുണ്ട്. 3 മണി മുതൽ 4:30 വരെ, 4 മണി മുതൽ 5 മണി വരെ, 4:30 മുതൽ 5:12 വരെ, അങ്ങനെ ഇഷ്ടം പോലെ സമയമാണ്. ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോ ആൻസറാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ എന്തായാലും 4-നും 5-നും ഇടയ്ക്ക് വിളക്ക് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ എനിക്ക് വിശ്വാസമാണ്. റിസ്ക് എടുക്കാൻ എന്തായാലും താല്പര്യമില്ലാത്ത കാരണം കൊണ്ട്. പക്ഷേ 4:30 മുതൽ 5:12 വരെയാണെന്ന് പറയുന്നു കേട്ടോ. കൂടുതൽ റിസർച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തപ്പോൾ എന്തായാലും ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് ചെയ്യൂ. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ നോക്കിയാൽ മതി. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം, താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കമൻസിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പിൻ ചെയ്ത് വെക്കാം ശുക്രഹോര ഏതൊക്കെ സമയത്താണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ഇത്രയും സ്പെഷ്യൽ ആവുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ഞാൻ ഇഡ്ഡലിയും പിന്നെ തക്കാളി ബജ്ജിയുമാണ് മിക്ക ദിവസങ്ങളും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ ഈ തക്കാളി ഉരുളക്കിഴങ്ങ് കറിയായിരിക്കും. തക്കാളി, ഉരുളൻകിഴങ്ങ്, അതേപോലെ തന്നെ കത്രിക്ക, ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു സ്പൂൺ ഇട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ. നല്ലപോലെ ഉടഞ്ഞു വരും. എന്നിട്ട് ഈ ചെറിയുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ സാമ്പാർ പൊടി, ഇതൊക്കെ കടുക് വറുത്തതെല്ലാം കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി കറി റെഡിയാണ്. ദോശയുടെ കൂടിയും അതേപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് പറയണേ. ഈ ദോശ മാവ് ഞാൻ സാധാരണ മാവല്ല, മില്ലറ്റ്സ് മാവാണ്. അതായത് വൈറ്റ് ചോളമില്ലേ, അതും ഇഡ്ഡലി അരിയും കൂടി ചേർത്ത് അരച്ചതാണ്.
അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ശ്രീരാമന് രാവിലത്തെ സ്നാക്സ് അല്ല രാവിലത്തെ സ്നാക്സ് ടൈമിൽ കഴിക്കാനുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കുകയാണ്, ബനാന സ്മൂത്തി ഉണ്ടാക്കുകയാണ്. പിന്നെ ഉച്ചത്തിലേക്ക് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ചതാണ് കേട്ടോ കൊടുത്ത് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. ഇന്ന് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. കൊച്ചിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ട്. ഞാൻ 6 വർഷം കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു നല്ല ഫ്രണ്ടാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ വിവാഹത്തിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും. അവളെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. കാരണം അവർ ഉറങ്ങുകയാണ്. ഞാൻ ശ്രീരാമന് സ്കൂളുള്ള കാരണം കൊണ്ട് അവൻ എണീപ്പിക്കുകയാണ് കേട്ടോ. 6:30-7 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ശ്രീരാമൻ്റെ ലഞ്ച് ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാവും. ഇന്ന് പ്രകാശേട്ടന് വർക്ക് ഫ്രം ഹോം ആയ കാരണം കൊണ്ട് ഉച്ചത്തിലേക്ക് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ പിന്നീട് ഉണ്ടാക്കിയാൽ മതി. ശ്രീരാമനെ എന്നിട്ട് 7 മണിയാകുമ്പോഴേക്കും എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണം. പിന്നെ അവനുള്ള ഭക്ഷണം കൊടുക്കുന്നത് എൻ്റെ മദറിനിലുമാണ്. ആളത് ആസ്വദിച്ച് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ. കാരണം പേരക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരിങ്ങനെ ചുമ്മാ കൊഞ്ചിക്കുന്നതൊക്കെയാണല്ലോ അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ശ്രീരാമൻ ആ നേരത്ത് എഴുന്നേൽപ്പിച്ചത് അത്ര നന്നായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് എന്നെ പിന്നെ നോക്കുന്നതൊക്കെ. കാരണം നമുക്ക് വേറെ നിവർത്തിയില്ല. 8 മണിക്ക് അവൻ്റെ സ്കൂൾ ബസ് വരും. ഇന്ന് എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്ന കാരണം കൊണ്ട് ഞാൻ തക്കാളി ഉരുളക്കിഴങ്ങ് കറി മാത്രമല്ല പിന്നെ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കി. പിന്നെ എല്ലാവർക്കുള്ള കോഫിയും കൂടി ഉണ്ടാക്കിയതിന് ശേഷം ശ്രീരാമന് ഈവനിങ്ങിലേക്കൊരു സ്നാക്സ്, അത് കായ വറുത്തത് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ മാളു എന്നാട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ. മാളവിക അടുത്ത് ചിപ്സ് കേരള ചിപ്സ് വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാണ് അവൻ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിട്ടത്. ബസ്സിലേക്ക് കയറാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ല, എന്നാലും അവൻ കയറിപ്പോയേട്ടോ. പിന്നെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റായിരുന്നു. മില്ലറ്റ്സ് ഇഡ്ഡലിയാണെന്ന് പറയുകയില്ല, ആർക്കും മനസ്സിലായില്ല ഞാൻ പറയുന്നത് വരെ. കാരണം ഇവിടെ ഉള്ളവർ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ ഇവർക്കിത് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് റാഗി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഞാൻ കാണാതെ കഴിക്കാതെ പ്ലേറ്റ് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും. കാരണം ഇപ്പം ഞങ്ങൾ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എല്ലാവരും, കുട്ടികളും എല്ലാവരും മുതിർന്നവരും എൻ്റെ മദറിനിലും എല്ലാവരും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന കാരണം കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട് ഓഫ്കോഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മില്ലറ്റ്സിലേക്ക് മാറിയത് കേട്ടോ. അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ മാളുവിന് തിരുപ്പൂരിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ലാസ്റ്റ് ഗുരുവായൂർ വെച്ചിട്ടാണ്. ഗുരുവായൂരിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.